ഏട്ടൻ നമ്മൾ നടക്കാൻ പോയിട്ടാകുമ്പോൾ തന്നതാണ്. അച്ഛനക്ക് മീൻ മുറിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ വെള്ളത്തിലിടേ അത് എപ്പോഴാണ് ചത്തു പോകുന്നത് അന്നേരം അറിയിപ്പോ കേട്ടോ. അത് താനും ചത്തു അന്നേരത്ത് അറിയിച്ചോ. അല്ലാണ്ട് ഞാൻ കൊല്ലാൻ നിൽക്കണ്ടോ കുഞ്ഞി എന്നെ കണ്ട. അത് ചത്തു കൊട്ടാ. ചത്തിട്ട് നീ മുറിക്കൊന്നും ചെയ്തോ. ഇതിന്റെ പേരെന്തോ അതൊക്കെ പറഞ്ഞു. ബ്രാല്, ചേറുമീൻ. ബ്രാലെന്ന് പറയുന്ന സാധനം വരാല്. അത് കഴിച്ചലെന്ന് പറയും നമ്മുടെ നാട്ടില്. ഇത് കഴിച്ചലല്ല, ഇത് ചേറുമീനാണ്. അതിന്റെ അത് ബ്രാല് വർഗത്തിൽപ്പെട്ട തന്നെ. എൻ്റെ ഊർജ്ജലം പോവോ ഇത് കണ്ടിട്ട്. ഇത് നോക്കിയിട്ട് കണ്ണു പോകും. എന്തൊരു സന്തോഷമാണ് ഒന്നിന്റെ ജീവൻ എടുക്കുമ്പോ. ചത്തിട്ടൊന്നുമില്ല അത്. കണ്ടോ വിശ്വാസം. നല്ല വലിയ മീനാ. കണ്ണന്റെ കയ്യിൽ എടുത്തിട്ടുണ്ടാവും അല്ലേ. അവിടെ വെക്കട. അത് ചത്തു പോടറാ. ചത്തിട്ടാ മതി എടുത്തോ. അതല്ല, ഇതിനെ പൊക്കമ്പോ അത് വേഗം നിക്കും. അതിന്റെ പുള്ളിയൊക്കെ കാണുന്നത് ഓറഞ്ചും കറുപ്പും വെള്ളയൊക്കെ ആയിട്ട്. കണ്ണ ചതക്കോ പിടിക്കോ കൈ നോക്കണേ കേട്ടോ. ഇഞ്ചിയും പേസ്റ്റ്, ഇത് ഉപ്പ്, ഇത് പറങ്ങിപ്പൊടി, ഇത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി. പിന്നെ അച്ഛൻ നമ്മൾ എതിർക്കൂല. അച്ഛൻ നമ്മൾ എതിർക്കൂല. അച്ഛൻ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ പറയും. അപ്പൊ അച്ഛൻ മുട്ടയും കോഴിയും മീനൊന്നും കൂട്ടില്ല. അപ്പൊ അച്ഛൻ ഒന്നിലും എതിർക്കാൻ നിൽക്കില്ല. നമ്മുടെ ഇഷ്ടത്തിന് തിന്നും. പിന്നെ ഞാനിത് ഇല വേവിച്ചെടുക്കുകയാണ്. വാഴയിലയില് പൊള്ളിക്കുക. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെങ്ങനെയാ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെ ചേർക്കണം അതിന്റെ അതെല്ലാം പറഞ്ഞേ. ആദ്യം പറങ്കിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി അച്ഛൻ പറയുന്നത് തൊലിക്ക് ഔഷധ ഗുണമുണ്ട്. കത്തിയിലെടുത്താൽ കുഞ്ഞിക്കല മാറി കുറച്ച് മാറി. അതുകൊണ്ട് നന്നായിട്ട് ഇതൊക്കെ കളഞ്ഞ് ചെതുമ്പല് അതൊക്കെ കളഞ്ഞ് നന്നായിട്ട് നല്ലോണം മസാല പിടിക്കട്ടെ കേട്ടോ. ബാക്കി അമ്മ തേച്ചോളൂ. കുഞ്ഞിന്റെ കൈ നീറും കൊടുക്ക്. ബാക്കി അമ്മ കൈ എടുക്കും. കൈ പായി പോകുകയും കണ്ണ പറയുന്നേക്ക്. നല്ല മുളകാത് നിന്റെ കൈക്കില്ലാക്കണേ. ഇനി എങ്ങനെയാ പ്രോസസ്സിങ് കുഞ്ഞു പറഞ്ഞേ. അത് തേങ്ങാപ്പാൽ പോർന്നിട്ട് കുറച്ച് വന്നിട്ട് നമ്മൾ മറിച്ചിടുക. ഈ ഇലയിലേക്ക് വാഴയിലയില് വെച്ച് കെട്ടിയിട്ട് ഇതില് ആദ്യം എണ്ണക്കകത്ത് ആവിയിൽ വെക്കണം അല്ലേ. ഒരുപാട് പണിയുണ്ട്. ഇപ്പോഴൊന്നും ആവും തോന്നില്ല ഇത് കേട്ടോ. അടുക്കള വന്നിട്ട് കുറച്ച് എപ്പോഴും പെരുമാറരുത് കേട്ടോ. എന്തുടാ മുറിക്കുന്ന വായിക്കത്താണോ പോകുന്നത്? ചവക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കി. എന്ത് പരിപാടി? തേങ്ങയുടെ പാലെടുക്കുന്നു. ഒന്നാം പാലോ രണ്ടാം പാലോ? ഒന്നാം പാല്. അങ്ങനെയുണ്ടോ? ഒന്നാം പാലല്ലേ വേണ്ടു. കുറച്ചല്ലേ വേണ്ടത്. അത് ഇവൻ പിടിക്കുന്നതും കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ ഒരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തേ. അത് കൈയിടണ്ട. കൈയിടാണ്. കുക്കിംഗ് മാത്രം കണ്ണ ബി കെയർഫുൾ. നന്നായി ശ്രദ്ധിക്കണം. ഇതെന്തുവാ? ഇത് തേങ്ങാപ്പാല് മസാല. കുറുക്കിയെടുക്കണം. ഉള്ളിയൊക്കെ ഉപ്പ് നോക്കിയോ?
ഉപ്പ് നോക്കിയടാ. ഇല്ല അമ്മ നോക്കാം, അങ്ങോട്ട് മാറി അമ്മ ഇതെല്ലാം ചെയ്യും. ഉപ്പിട്ടു, മതി മതി. പിന്നെ പനങ്കി പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. ഞങ്ങൾ കുഞ്ഞങ്ങോട്ട് മാറിന്നേ. നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എടുക്കാം. മടക്കി അങ്ങനെ മടക്കുകയാണ് നമ്മൾ മടക്കുക. അതിന് കെട്ടിയാൽ മതി, അങ്ങനെ ചുറ്റും കെട്ടിയൊന്നും വേണ്ട, ഞാൻ കെട്ടി മതി. എന്താ പരിപാടി? അൺബോക്സിംഗ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം ഉണ്ടോ അറിയോ? എന്തായാലും കേൾക്കുന്നുണ്ടോ നീ ഇപ്പൊ? എന്ത് കേൾക്കത്തില്ല? കേൾക്കുന്നുണ്ടോന്ന്? ഭജന എല്ലാം കേൾക്കുന്നുണ്ടോ അവിടെ? നല്ല സമയം. മറന്നുപോയി. ഇത് എങ്ങനെയുണ്ട് പറ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഇവരോട്. തപ്പി തപ്പി തിന്നണേ, ഇലയടക്കം തിന്നു. നിനക്ക് പഠിക്കണ്ട. എന്തായാലും ഉണ്ടോ അവിടെ ബാക്കി അതിന് കൊടുക്കാൻ? മുള്ളു മാത്രം ഉണ്ടാവും അനീഷക്ക്. എടാ ഇതിന് എന്തായാലും വേണ്ടടാ, കുബൂസോ കുബൂസ് വരെ റെസ്റ്റ് ഇല്ലാന്ന്. കുബൂസോ ബ്രെഡോ പൊറോട്ടയോ ദോശ എന്തായാലും വേണ്ടേ ഇനി? അവിടെ എടുത്തോണ്ട് പോ. അതാടാ കൊതി ഓർന്നുണ്ട് അവിടെ ഒരാളിരുന്നിട്ട്. ഞാനോ? അതിനോട് ഇച്ചിരി കൊടുക്കടാ. അൽവ കഷ്ടം ഇതിന് ഒന്നും വേണ്ടേ അപ്പൊ? അതൊരു ക്ഷമയില്ലാട്ടോ. അതല്ല